മന്ത്രി എ.കെ. ശശീന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ എങ്ങനെയാണ് താങ്കൾ ക്യാമ്പ് സന്ദർശിച്ചു? ഇന്ന് രാവിലെയോടുകൂടി തന്നെ ക്യാമ്പ് സന്ദർശിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്താണ് അവിടുത്തെ ഇപ്പോൾ നിലവിലെ ഒരവസ്ഥ എന്ന് പറയുന്നത്? കേരളം കണ്ടിട്ടുള്ള ഈ മഹാദുരന്തത്തെ നേരിടാൻ സമാനതകളില്ലാത്ത ഏകോപന സുരക്ഷാ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായ എല്ലാ സുരക്ഷാ സേനകളുടെയും സഹായം ഉറപ്പുവരുത്തിക്കൊണ്ട് സംഘടിത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഇന്ന് രാവിലെ കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ കുറെ കൂടി മെച്ചപ്പെട്ട സുരക്ഷാ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ 68 അംഗങ്ങളുടെ നേവൽ സംഘം വീണ്ടും എത്തിയിട്ടുണ്ട്. അവരുടെ കൂടി സഹായം കൂടുതൽ ഉറപ്പുവരുത്തി ഈ പരമാവധി ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. പരിക്ക് പറ്റിയവരെയും മറ്റുള്ളവരെയും ആശുപത്രിയിൽ ചികിത്സിക്കാനുള്ള ക്രമീകരണം നടത്തിയിട്ടുണ്ട്. ജീവൻ പൊലിഞ്ഞുപോയ ആളുകളെ കണ്ടെത്തി അവരെ ഔദ്യോഗികമായ നിയമ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതിനകം 60ഓളം മൃതദേഹങ്ങൾ വിട്ടുകൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏതായാലും നല്ല പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. ജനങ്ങളുടെ നല്ല സഹകരണവുമുണ്ട്. തീർച്ചയായും മിനിസ്റ്റർ, അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ദ്രുതഗതിയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് എന്ന് തന്നെ നമുക്കും വ്യക്തമാണ്. ഇന്നത്തോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അങ്ങനെ ഒരു ചിന്തയില്ല, അവസാനിപ്പിക്കാന്നൊരു ചിന്തയില്ല. ഞാൻ ചോദിച്ചത് കാരണം ഈ ഒരു ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ കണക്കുള്ള ആൾക്കാരെ മൊത്തം കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് കൂടെ വ്യക്തമാക്കുന്നു. അവസാനത്തെ ആളെയും കണ്ടെത്തുന്നതുവരെ ശ്രമങ്ങൾ തുടരുക എന്നതാണ് ഇപ്പോഴുള്ള തീരുമാനം.